ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വെൽക്കം ടു ഇൻഫോ ഫോർ ലൈഫ് ചാനൽ. അപ്പോൾ നമ്മൾ ഒച്ചുകളുടെ ഒരു വീഡിയോ കുറച്ച് മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. ആഫ്രിക്കൻ ഒച്ചുകൾ വളരെ ഉപദ്രവകാരികളായിട്ടാണ് ഇരിക്കുന്നത്. നമ്മുടെ ചെടികളും എല്ലാ സാധനങ്ങളിലും ഇത് പടർന്നു കയറും. എല്ലായിടത്തും ഉപദ്രവമാണ്. അതുപോലെ രോഗങ്ങൾ പടർത്തുന്നതിനും ഈ അമീബിക് മസ്തിഷ്കജ്വരം വരുന്നതിനൊക്കെ ഇതൊരു പ്രധാന കാരണമായി മാറുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സാധനത്തിനെ എങ്ങനെ ഒഴിവാക്കാമെന്നൊക്കെ ആലോചിച്ചിരിക്കുന്ന സമയത്താണ് ഇന്ന് വളരെ അവിചാരിതമായി വീടിൻ്റെ പുറകിൽ ഇങ്ങനെ ഒരു കാഴ്ച കാണുന്നത്. എന്തോ ഒരു കൊത്തി വലിക്കുന്നുണ്ട്. ഈ ഒരു ചെമ്പോത്ത്, ഉപ്പൻ എന്നൊക്കെ പറയുന്നത് നമ്മുടെ നാട്ടിൽ ചെമ്പോത്ത് എന്നാണ് പറയുന്നത്. ആ ഒരു കിളി ഇങ്ങനെ ഇരുന്ന് എന്തോ കൊത്തി വലിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ നോക്കുമ്പോൾ അത് ഈ ആഫ്രിക്കൻ സ്നെയിലിനെ എടുത്തിട്ടാണ് കഴിക്കുന്നത്. അതായത് ആഫ്രിക്കൻ സ്നെയിലിൻ്റെ ഈ ഷെല്ലുണ്ടല്ലോ, അത് ഇതിൻ്റെ കൊക്ക് വളരെ കട്ടിയുള്ളൊരു കൊക്കാണ് കേട്ടോ. അതുകൊണ്ട് പൊട്ടിച്ചിട്ട് ഷെല്ല് പൊട്ടിച്ചിട്ട് ഇതുപോലെ കുടഞ്ഞ് അത് അതിൻ്റെ അകത്തുനിന്ന് ആ സ്നെയിലിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ, മാംസം ഉണ്ടല്ലോ, അത് മാത്രം അത് പുറത്തോട്ടെടുത്ത് അത് കഴിക്കുകയാണ്. നോക്കുമ്പോൾ ആ ഷെല്ല് വലിയ ഷെല്ലാണ്. ഞാൻ കാണാതെ അവർ ഒളിച്ചിരുന്നിരുന്ന നമ്മുടെ ചെടിച്ചട്ടികളുടെയൊക്കെ ഇടയിൽ ഇവർ ഹൈഡ് ചെയ്തിരിക്കും. അപ്പോൾ അങ്ങനെ ഒളിച്ചിരിക്കുന്ന ഈ ആഫ്രിക്കൻ സ്നെയിലിൻ്റെ ഇതാണ് ഒരു കൊത്തി പറിച്ചെടുത്ത് അതിൻ്റെ അകത്തുനിന്ന് ഷെല്ല് പൊട്ടിച്ചിട്ടാണ്, ഇത്രയും നല്ല ഹാർഡായിട്ടുള്ള ഷെല്ലാണ്, അത് ഇവർ പൊട്ടിച്ചിട്ടാണ് ഈ ഒരു സ്നെയിലിനെ ഇവരെടുത്ത് കഴിക്കുന്നത്. അപ്പോൾ ഈ ഒച്ചിനെ നമ്മുടെ പ്രകൃതി തന്നെ ക്ലീൻ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുള്ള ഒരു ജീവിയാണ് ഈ ചെമ്പോത്ത്. അതുപോലെയുള്ള കാക്കയും കുറച്ച് കഴിക്കുന്നു തോന്നും. അതുപോലെ ഈ പെരിച്ചാഴി അങ്ങനെയുള്ളവരും കഴിക്കുന്നതൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇതിപ്പോൾ ലൈവായിട്ട് എനിക്കിങ്ങനെ കാണാൻ പറ്റി. അപ്പോൾ ഞാൻ നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തൊക്കെ ചെമ്പോത്ത് വരുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ ഓടിച്ചു വിടരുത്. ഇതിനൊക്കെ നമ്മളിങ്ങനെ നമ്മുടെ പ്രകൃതിയിൽ നാച്ചുറലി ഉള്ള അവരുടെ ഈ ഒച്ചിൻ്റെ പെഡസ്റ്റേഴ്സാണ് ഇതൊക്കെ. അപ്പോൾ അവർ പിടിച്ച് തിന്നോളും. അപ്പോൾ കുറേയൊക്കെ അങ്ങനെ കുറയും. കാരണം നമുക്കിപ്പോൾ ഈ ചെടികളുടെ ഉള്ളിൽ കടയ്ക്ക് ചെടിച്ചട്ടിയുടെ അടിയിൽ സൈഡിലൊക്കെ നമുക്ക് പോയി നോക്കുന്നതിന് പരിമിതികളുണ്ട്. പക്ഷേ ഇവർ എല്ലാതിൻ്റെ ഉള്ളിലും പോയി ഇതുപോലെ കുറ്റിച്ചെടികളൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലൊക്കെ പോയി അവർ തപ്പി കണ്ടുപിടിച്ച് അവർ അതിനെ തീർക്കും. അപ്പോൾ അതൊരു നല്ലൊരു രീതിയാണ്. ഇതുപോലെയുള്ള ഉപ്പനും ചെമ്പോത്തൊക്കെ വീടിൻ്റെ അടുത്ത് വരുന്നുണ്ടെങ്കിൽ അവരെ ഓടിച്ചു വിടാതെ അവരെ കൊണ്ട് തന്നെ ഈ ഒച്ചിനെയൊക്കെ നമുക്ക് പരിസരത്തു നിന്ന് നിർമ്മാർജ്ജനം ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ചെമ്പോത്ത് പോലെയുള്ള കിളികളൊക്കെ എങ്ങനെ വീടിൻ്റെ അടുത്തേക്ക് വരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ വീടിൻ്റെ അടുത്ത് ഇതുപോലെ ചെറിയ കുറ്റിച്ചെടികളൊക്കെ നമ്മളിപ്പോൾ ഞാനിവിടെ കാണിച്ചിരിക്കുന്നത് മഞ്ഞൾ, മാങ്ങ, ഇഞ്ചി, മുളക്, അങ്ങനെയുള്ള ചെറിയ ബുഷി ടൈപ്പായിട്ടുള്ള ചെടികളൊക്കെയാണ് ഇവിടെ കൂടുതലുള്ളത്, വീടിൻ്റെ ചുറ്റുമുള്ളത്. അപ്പോൾ അതുപോലെ ഇങ്ങനെ ചെറിയ പച്ചപ്പൊക്കെ, വലിയ കാട് പിടിക്കണമെന്നൊന്നുമില്ല, ചെറിയൊരു പച്ചപ്പ് വീടിൻ്റെ ചുറ്റും ഉണ്ടെങ്കിൽ തന്നെ ഇങ്ങനെയുള്ള കിളികൾ വീടിൻ്റെ ചുറ്റും ഉണ്ടാവും. അതുകൂടാതെ കുറച്ച് വെള്ളമൊക്കെ നമ്മൾ ഒരു പരന്ന പാത്രത്തിൽ കുറച്ച് വെള്ളമൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഈ ചെമ്പോത്ത് പോലെയുള്ള കിളികളൊക്കെ വെള്ളത്തിലുള്ള ജീവികളെയൊക്കെ നല്ലോണം കഴിക്കുന്ന ഒരു പക്ഷിയാണ്. അപ്പോൾ അതിനിങ്ങനെയുള്ള വെള്ളത്തിൻ്റെ അംശമൊക്കെ അടുത്ത് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതവിടെ വരും, സ്ഥിരമായിട്ട് വരും. പിന്നെ ഈ ചെടികളിൽ നിന്നുള്ള കീടങ്ങളെയും അതുപോലെ ഇതുപോലെയുള്ള ഒച്ച്, ചെറിയ പ്രാണികൾ, ഇങ്ങനെയൊക്കെ ഇതിനെയൊക്കെ കൊത്തി തിന്നും. ഇത് പാമ്പിനെ വരെ തിന്നുന്നൊരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതുപോലെ ഒച്ചിനെ ലൈവായിട്ട് കഴിക്കുന്ന ഒരു സംഭവം ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പം ഞാനിത് കണ്ടപ്പോൾ തന്നെ ഇത് വേഗം വീഡിയോ എടുത്തു. എല്ലാവർക്കും ഇതൊന്ന് കാണിച്ചു തരാം. മുഴുവനായിട്ട് എനിക്ക് കിട്ടിയില്ല, കുറച്ച് അകലെയാണ് ഇത് ഇരിക്കുന്നത്. അപ്പോൾ സൂം ചെയ്യുമ്പോൾ നമുക്ക് വളരെ ലൈറ്റായിട്ടേ കാണാൻ പറ്റുന്നുള്ളൂ. പക്ഷേ ഈ ഒരു വലിയൊരു ആഫ്രിക്കൻ സ്നെയിൽ ലൈവായിരുന്നു. ചത്തിട്ടില്ലാത്തൊരു സ്നെയിലിനെയാണ് പിടിച്ച് അവൻ കടിച്ച് പൊട്ടിച്ച് ഫുഡാക്കുന്നത്. അപ്പോൾ നമ്മുടെ പ്രകൃതിയിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം പ്രകൃതി തന്നെ കണ്ടു വച്ചിട്ടുണ്ട്. പക്ഷെ നമ്മളവരെ അകറ്റി നിർത്തരുത്. അതുപോലെ വളരെ കൂടിയ പെസ്റ്റിസൈഡ്സ്, കീടനാശിനികളൊക്കെ അടിച്ചു കഴിയുമ്പോൾ ഇവരൊക്കെ നമ്മുടെ അടുത്തുനിന്ന് അകന്നു പോവും. അപ്പോൾ ഇതുപോലെയുള്ള ശത്രു കീടങ്ങളൊക്കെ വരുമ്പോൾ അവരെ ആക്രമിക്കാൻ ആരും ഉണ്ടാവില്ല.
അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി ഇവരൊക്കെ നമ്മുടെ അടുത്ത് ചേർത്ത് നിർത്തേണ്ട ആൾക്കാരാണ്. അപ്പോൾ അതാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. അതുപോലെ തന്നെ ഈ ആഫ്രിക്കൻ സ്നെയിൽസ് വരുന്ന മതിലുകൾ അങ്ങനെയുള്ള ഭാഗത്തൊക്കെ വെണ്ണീർ, അതായത് ചാരം ഉണ്ടല്ലോ, ചാരം കുടഞ്ഞിട്ട് കഴിഞ്ഞാൽ അതുമ്മേ ക്രോസ് ചെയ്ത് വരില്ല എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഈ മതിലിൻ്റെ ചുറ്റും മതിലിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ കുറച്ച് ചാരം ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ തുരിശും കുമ്മായമൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വരാതിരിക്കുക. തുരിശ് ഇതിന് തീരെ ഇഷ്ടമില്ലാത്തൊരു സാധനമാണ്. അപ്പോൾ തുരിശ് അടിച്ചു കഴിഞ്ഞാലും വരില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളിതൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങളുടെ വീടിൻ്റെ അടുത്തൊക്കെ ഇതുപോലെ ചെമ്പോത്തിനെ കണ്ടു കഴിഞ്ഞാൽ ഒന്ന് ബഹുമാനിക്കുക. നമ്മുടെ ആഫ്രിക്കൻ ഒച്ചിനെയൊക്കെ ഓടിക്കുന്നവനാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ഇൻഫോ ഫോർ ലൈഫ്. നമ്മുടെ ചാനലിലെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു.